ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് 4 കെട്ടും നടുമുറ്റമുള്ള ട്രഡീഷണൽ ലുക്കിൽ പണി കഴിപ്പിച്ച ഒരു പുതിയ വീടാണ്. വീടിൻ്റെ ചുറ്റിനുമാണെങ്കിൽ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ്, മാവ്, പ്ലാവ്, പേര, അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. ഇത് പ്രളയത്തിനൊക്കെ വെള്ളം കയറാത്ത സ്ഥലമുണ്ട്. പ്രളയവും കാര്യങ്ങളൊന്നും ബാധിക്കാത്തൊരു സ്ഥലമാണിത്. കംപ്ലീറ്റ് ഗേറ്റ് തുടങ്ങി വീട് വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റിനും അതേപോലെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. സൈഡിലും ബാക്കിലൊക്കെ ആവശ്യത്തിന് സ്ഥലവും ഉണ്ട്. അപ്പോൾ കുറഞ്ഞ വിലക്ക് കുറച്ച് സ്ഥലവും അതുപോലെ തന്നെ പഴയ മോഡല് ഒരു 4 കെട്ടും നടുമുറ്റമുള്ള വീടൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണേണ്ടത്. നിങ്ങളാരും എല്ലാവരും ലൈക്ക് അടിക്കാറില്ല. കുറേ ആൾക്കാർ, നല്ല ആൾക്കാർ കുറേ ലൈക്ക് അടിക്കുന്നുണ്ട്. അവർക്കൊരു ബിഗ് താങ്ക്സ്. നിങ്ങളും ലൈക്ക് അടിക്കുമെന്ന് പ്രതീക്ഷിക്കണം. എല്ലാവിധ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ UK സെറ്റിൽഡാണ്. ഈ വീട് പണിതിട്ട് 1 മാസം പോലും ഒരു താമസിച്ചിട്ടില്ല. ഒരു UK അപ്പോൾ അവരവിടെ തന്നെ സെറ്റിലായി. അപ്പോൾ അത് കാരണമാണ് ഈ വീട് കൊടുക്കണം. ഇതാണെങ്കിൽ കണ്ട, ഈ സിറ്റൗട്ട് കംപ്ലീറ്റ് വുഡ് പാനൽ ചെയ്തേക്കണം. അത് കംപ്ലീറ്റ് തേക്കാണ്. നാടൻ തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതേക്കണം. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഞങ്ങളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 250 മുകളിൽ വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ കച്ചവടമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ഫീസുകളോ ഒന്നുമില്ല. വീടിൻ്റെ ഓണറുമായിട്ട് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിരിക്കെങ്കിലും നല്ല വീട്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ല വീടുകളുണ്ടെങ്കിൽ, വില കുറവിനുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വീഡിയോ പ്രൊമോഷൻ വഴി അത് വിൽക്കുന്നതാണ്. സിറ്റൗട്ടൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഗ്രാനൈറ്റൊക്കെയാണ് ഫ്ലോർ ചെയ്തേക്കണം. അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ വാളൊക്കെ വുഡ് പാനൽ ചെയ്തിട്ടുണ്ട്. എല്ലാം തേക്കാണ്ട്. തേക്കല്ലാണ്ട് വേറൊരു മരം ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീട് പണിതേക്കണം. ഫയൽ ചെയ്താണ് പണിതേക്കണം. 32 ഫില്ലർ പണിതിട്ടാണ് ഈ വീട് കയറിയേക്കണം. അത് കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഒരു നില എടുക്കണമെങ്കിൽ എടുക്കുക. കാരണം ഇതിൻ്റെ കൂര ഇട്ടേക്കണത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടാണ് ഇട്ടേക്കണം. മറ്റേ ഫ്ലാറ്റ് വാർക്കാൻ നടുമുറ്റത്തിൻ്റെ ആ സ്പേസ് ഒഴിച്ചിട്ടിട്ടാണ് എടുത്തേക്കണം. അപ്പോൾ അത് കാരണം ഇതുപോലെ തന്നെ മുകളിലോട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നിലവിൽ 3000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ട, ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല കിണറുണ്ട്, കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട്. വലിയ ടാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളുണ്ട്. ഞാനിപ്പോൾ മുകളിലത്തെ ഇത് കാണിച്ചു തരാം. കാരണം ഇത് കൂരിയിട്ട് പണിതേക്കണ കാരണം എത്ര ലോഡ് വേണമെങ്കിലും മുകളിലോട്ട് എടുക്കാം. വേണ്ട, ഇങ്ങനെ പണിതേക്കണ ഈ ഡ്രസ്സ് വഴുക്ക് അവർക്ക് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് വാർക്കാണ്. എന്നിട്ട് നടുമുറ്റത്തിൻ്റെ ഗ്യാപ്പ് മാത്രം ഒഴിച്ചിട്ടേക്കണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ തന്നെ പൊക്കാനും പറ്റും. ആ ഒരു ഇതും കൂടിയും കണ്ടിട്ടാണ് ഈ വീട് നിർമ്മിച്ചേക്കണം. കംപ്ലീറ്റ് തേക്കിൻ്റെയാണ്. നല്ല ലുക്കൊരു വീടാണ്. എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണ് എല്ലാവരും. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല രീതിക്കാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടുമുറ്റോണി കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹാളാണ്. എല്ലാം ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണത്. ഇപ്പം ഇവിടെ താമസമില്ലാത്ത കാരണം ഇത് പൂട്ടിയിട്ടേക്കണം. അപ്പോൾ ആഴ്ചയിലൊക്കെ വന്ന് ക്ലീൻ ചെയ്യും. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതാണ് നടുമുറ്റം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മീനയും കാര്യങ്ങളൊക്കെ വളർത്താനുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ടല്ലോ. എല്ലാം വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തേക്കണം. വെള്ളം പുറത്തോട്ട് പോകാനുള്ള വഴി വേറെയും ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. ഈ ഫർണിച്ചർ എല്ലാം അടക്കൊണ്ട് ഈ വീട് വിൽപ്പന. ഇതിൻ്റെ അകത്ത് ഒരു സാധനം എടുക്കത്തില്ല. എല്ലാം അടക്കൊണ്ട് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കണം. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മനോഹരമായൊരു വീടാണിത്. കാരണം എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയൽ. ഇവർ വിൽക്കാൻ ഉദ്ദേശിച്ച് പണിത വീടല്ല. പിന്നെ ഇവിടെ അപ്പനും അമ്മയും ഉള്ള ടൈമിനാണ് ഇവർ ഇത് പണിതത്. കാരണം ഇത് പണിതിട്ട് ഇപ്പോൾ 2018 പ്രളയത്തിനൊക്കെ ഇതിൻ്റെ പണി നടക്കാനുള്ളൂ. അന്നേരം ഒന്നും ഇതിൻ്റെ അകത്ത് വെള്ളവും കയറിയില്ല, ഒന്നും കയറിയില്ല. ആ ടൈമിന് ഇവിടുത്തെ കുറേ നാട്ടുകാരൊക്കെ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വെച്ചാൽ. അപ്പോൾ പുള്ളി ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് പുള്ളി നാട്ടുകാരോടൊക്കെ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞാണ്. കാരണം ആ പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണമേ
അപ്പോൾ അന്നേരം ഇതിൻ്റെ പണി നടക്കണേ ഉള്ളൂ, ഒന്നും ഫിനിഷൊന്നും ആയിട്ടില്ല. അവരുടെ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം എല്ലാം ഫിനിഷായി. എല്ലാം ഇവർ ഒരു മാസം പോലും വീട്ടിൽ താമസിച്ചിട്ടില്ലെന്നുള്ളത് കണ്ട. എല്ലാ സെറ്റപ്പും ഉണ്ട്. കിച്ചണൊക്കെ ഉണ്ട്. കിച്ചൺ ക്യാബിനൊക്കെ കംപ്ലീറ്റ് തേക്കാണ്, വേറെ മരമൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയേക്കുന്ന ഒരു വീടാണ്. ഈ വീട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല. കാരണം അതേ കൂട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ്. മൊത്തം ഫ്ലോറിംഗ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ്. പിന്നെ ഈ വീട്ടിൽ ഉള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് 3000 സ്ക്വയർ ഫീറ്റിലുണ്ടെങ്കിലും 3 ബെഡ്റൂമേ ഉള്ളൂ. 3 ബെഡ്റൂം മാത്രമേ ഈ വീടിനുള്ളൂ. ഇവിടെ നിന്ന് കിച്ചണിൽ നേരെ പുറത്തോട്ട് ഇറങ്ങണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാരണം ഇത് 23 സെൻറ്റ് സ്ഥലമുണ്ട്. മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അതായത് ബസ് റൂട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ടാണ്. ആ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടാവുള്ളൂ. അകത്തോട്ട് 300 ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഒരു 50 മീറ്റർ അപ്പുറത്ത് പമ്പയാറ് പോകുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യണത് എടത്തുവാക്കും ചക്കുളത്തുകാവിനും ഇടയിലായിട്ടാണ്. അതിൻ്റെ ബെഡ്റൂമൊക്കെ ഉണ്ടോ, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാത്തിലും AC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നല്ല വിശാലമായ കബോർഡും കാര്യങ്ങളും അതും സെറ്റ് ചെയ്യാറുണ്ട്. ഉണ്ടോ, എല്ലാവിധ ഫർണിച്ചറും ഈ വീട്ടിലുണ്ട്. നിങ്ങൾക്കത് കാരണം വേറെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് നേരെ വന്ന് താമസിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. കേട്ടോ, നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. ഇത് കണ്ട, അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലൊരു ഗ്ലാസ് മാത്രം ഇതിന് ഫിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടോ, ബാത്റൂമൊക്കെ സീലിംഗ് ഹൈറ്റിൽ ടൈലൊട്ടിച്ചേക്കണാണ്. അതെല്ലാവരും കണ്ടോ, ബാത്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടോ, എല്ലാവരും വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത്രയും നല്ല സെറ്റായിട്ട് പണിതേക്കണ ഒരു വീടാണ്. ഈ വീടിന് ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 23 സെൻറ്റ് സ്ഥലവും ഈ ട്രഡീഷണൽ ലുക്കിൽ പണിതേക്കണ ഈ 4 കെട്ടും നടുമുറ്റമുള്ള ഈ വീടിന് ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,55,00,000 രൂപയാണ്. അത് ഒരിക്കലും ഒരു കൂടുതലായിട്ട് ഞാൻ പറയൂല. കാരണം ഇത് ഫയലടിച്ച് പണിത വീടാണ്. അത് 32 ഫയലടിച്ചിട്ടാണ് ഈ വീട് കയറിയേക്കണം. ഒരു കാരണവശാലും ഈ വീട് അനങ്ങൂല. ഒരു ഭൂമിയിലൊക്കെ വന്നാൽ പോലും ഇത് അനങ്ങൂല. അത്രയും അടിപൊളിയാണ്. ഇതിൻ്റെ വാഷ് കൗണ്ടറൊക്കെ കണ്ട, നല്ല സെറ്റപ്പ് വാഷ് കൗണ്ടറാണ് ഈ വീടിനുള്ളത്. ഇനി അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം അതും സെറ്റ് ചെയ്യാറുണ്ട്. എല്ലാം സീലിംഗ് ഹൈറ്റിലാണ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല ഗ്രാൻഡാണ്. ഈ വീട് വാങ്ങിക്കണ ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു പുതിയ വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീട് വാങ്ങിക്കാം. കാരണം നല്ല അടിപൊളി ഒരു ഏരിയയാണ്. നല്ല എന്താ പറയുക, കാമാൻ കോയറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നിങ്ങളുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. എല്ലാത്തിലും AC കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. കബോർഡുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സാധനം ഈ വീട്ടിലത്തേക്ക് വേണ്ടി വാങ്ങിക്കേണ്ടി വരില്ല വീടിന് വേണ്ടി. അത്രയും നല്ല ബെറ്ററായിട്ട് പണിതേക്കുന്ന ഒരു വീടാണിത്. എല്ലാത്തിലും എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും. അതായത് 4 കെട്ട് നടുമുറ്റുള്ള വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റപ്പാണ്. കാരണം ആ പഴമയുടെ ആ ഒരു ലുക്കേ, അത് ഒരു ലുക്ക് തന്നെയാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം ഇതൊക്കെ ഒന്നും ഉപയോഗിക്കണില്ല. അവരാകപ്പാടെ ഒരു ബെഡ്റൂമാണ് അവർ ഉപയോഗിച്ചേക്കണം. ബാക്കിയൊന്നും അവർ ഉപയോഗിച്ചില്ല. കാരണം ഇതിനകത്ത് ഇവർ നാട്ടിലില്ലാത്തതാണ്. കാരണം ഇതിനകത്ത് ഒരു മാസമാണ് അവർ ഏറ്റവും കൂടുതൽ താമസിച്ചേക്കണം. പിന്നെ അവരവിടെ ഇരുന്ന് പിന്നെ അവരിനി അവിടെ നിങ്ങൾ വന്നില്ല. കാരണം ഇവർ അപ്പനും അമ്മയൊക്കെ മരിച്ച് പുള്ളിക്കാരൻ. പിന്നെ ഇവിടെ അനിയനൊക്കെയാണുള്ള. അനിയനും ഇപ്പോൾ UK പോയി. പിന്നെ ഈ വീട് വെറുതെ കിടക്കണേണ്. അപ്പോൾ അത് കാരണം അവരിത് വിൽക്കാമെന്ന് തീരുമാനിച്ചാണ്. കാരണം നാട്ടിലൊരു വീടുണ്ടായിട്ട് കാര്യമില്ലല്ലോ. വെറുതെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നശിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് ഇത് കൊടുത്തു കളയണം. നല്ല സൗകര്യമുള്ള നല്ല അടിപൊളി ഒരു വീടാണ്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടോ, നല്ല വലിയ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് സെറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ലുക്കാക്കിയിട്ടുണ്ട്. സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. അതായത് 24 മണിക്കൂർ ഒരു നാച്ചുറൽ ലൈറ്റ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പമ്പയാർ. ഇതിൻ്റെ ഒരു 50 മീറ്റർ വീട് കഴിഞ്ഞാൽ 50 മീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ പമ്പയാർ വീണത്. അതുപോലെ തന്നെ ഈ റിസോർട്ടുകാരൊക്കെ കണ്ടുകഴിഞ്ഞെങ്കിൽ കാരണം ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഈ വഴി നേരെ ഇതാണ് ആ വീട്ടിലോട്ടുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. 9 കഴിഞ്ഞാൽ ടാർ റോഡാണ്.
ഈ ടാർ റോഡ് കഴിഞ്ഞ് ഈ കാണുന്ന വൈറ്റ് അടിച്ച ഇതാണ്. കാരണം ഒന്ന് ഈ മതിലിനൊക്കെ ഒന്ന് വൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വീട് പുതുപുത്തനായി. കാരണം ഇത് ഉപയോഗിക്കാണ്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ കിടക്കണത്. ഇതാണ് നമ്മുടെ വീട്. ഈ വൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് മതിലുള്ള വീടാണ് നമ്മൾ ഈ പറയുന്ന വീട്. അപ്പോൾ ഈ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നടത്താനൊക്കെ അടിപൊളിയാണിത്. കാരണം ഇത് എടത്തുവലാണ്, ആലപ്പുഴയിൽ നിന്ന് അധികം ദൂരമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രഡീഷണൽ ലുക്കുള്ള വീട്ടിൽ താമസിക്കുക. കണ്ടോ, ഇതാണ് നമ്മളുടെ വീട്. കണ്ടോ, ഇത്രയും സെറ്റപ്പിൽ കിടക്കുന്ന ഒരു വീടാണിത്. കാരണം ഈ വീട് വാങ്ങിച്ച്, കാരണം ഇവിടെ എന്തെങ്കിലും ഹട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയാണെങ്കിൽ റിസോർട്ടുകാർക്കൊക്കെ നല്ല അടിപൊളിയാണ്. അത്രയും സെറ്റപ്പുള്ള വീടാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.